കിഫ്ബി മസാല ബോണ്ടിൽ ഇഡിക്ക് തിരിച്ചടി. മുഖ്യമന്ത്രിക്കെതിരായ ഇഡി നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മുൻമന്ത്രി ടി.എം. തോമസ് ഐസക്കിനെതിരെയുള്ള നോട്ടീസ് നടപടികൾക്കും സ്റ്റേയുണ്ട്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കിഫ്ബി മസാല ബോണ്ടിൽ എടുത്ത നടപടി സംബന്ധിച്ച കാര്യങ്ങളിൽ ഇഡിക്ക് എതിരെ കിഫ്ബി ഹൈക്കോടതിയിൽ പോയിരുന്നു. അതിൽ ഇഡി നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണോ? ഇതിൽ എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് മുഖ്യമന്ത്രി ഇഡി നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കേവലം രാഷ്ട്രീയ പ്രേരിതമായ ഒരു നോട്ടീസ് മാത്രമാണ്, ചട്ടലംഘനം നടന്നിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പെറ്റീഷനിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സിംഗിൾ ബെഞ്ച് മുഖ്യമന്ത്രിയുടെ പെറ്റീഷൻ പരിഗണിച്ചു. ആ പരിഗണിച്ച ഘട്ടത്തിലാണ് ഇഡിയുടെ നടപടി, കാരണം കാണിക്കൽ നോട്ടീസ് അടക്കമുള്ള നടപടികൾ സ്റ്റേ ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് പിന്നാലെ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ കെ.എം. പ്രസാദും ഈ നോട്ടീസ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ നോട്ടീസുകൾക്കും ഇപ്പോൾ അവർക്കെതിരെ അയച്ച നോട്ടീസുകളുടെ നടപടികളും ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇഡി ആകട്ടെ കിഫ്ബി അയച്ച നോട്ടീസിൽ സിംഗിൾ ബെഞ്ച് നേരത്തെ സ്റ്റേ അനുവദിച്ചിരുന്നു. അത് ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഡിയുടെ വാദം നിലവിൽ ഈ കേസിൽ ഇതൊരു പ്രാഥമിക നടപടി മാത്രമാണ് നോട്ടീസ് അയക്കൽ. ഇതിന്റെ തുടർ നടപടിയിലേക്ക് പോകണമെങ്കിൽ നോട്ടീസിൽ മറുപടി വേണം. സിംഗിൾ ബെഞ്ചിന് ഈ വിഷയം പരിഗണിക്കാനുള്ള അധികാരമില്ല. അത് മറികടന്നുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഇടപെട്ടത് തുടങ്ങിയ വാദങ്ങളാണ് ഇഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.